നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓശാന ഞായർ ആചരിച്ച ക്രൈസ്തവ സമൂഹം. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പ്രചരണ ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. റോഡ് ഷോയും കൺവെൻഷനുകളുടെയും ആവേശത്തിൽ പ്രചരണ പരിപാടികൾ. വിശദമായ വാർത്തയിലേക്ക്. ഇന്ന് ഓശാന ഞായർ. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഓശാന ആചരിക്കുന്നത്. കയ്യിൽ ഒലിവിലകളുമായി ദാവീദിൻ പുത്രന് ഓശാന എന്ന് ഘോഷിച്ച് ജനങ്ങൾ കഴുതപ്പുറത്തേറി വന്ന ദൈവപുത്രനെ നഗരത്തിലേക്ക് ആനയിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. ഓശാനാചരണത്തോടെ 50 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ ഏറ്റവും തീക്ഷ്ണമായ ചടങ്ങുകളിലേക്ക് ക്രൈസ്തവ സഭാ വിശ്വാസികൾ പ്രവേശിച്ചു. കഷ്ടാനുഭവ ആഴ്ച, വലിയ ആഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പുത്തൻപാന പാരായണവും നടക്കും. കുരിശുമരണത്തിനപ്പുറമുള്ള ക്രിസ്തുദേവന്റെ ഉത്ഥാനത്തിലേക്ക് ഓശാന ആചരണത്തിലൂടെ വിശ്വാസി സമൂഹം പ്രവേശിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. തിരൂർ ബിയാൻകോ കാസിലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം VKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റസാഖ് ഉദ്ഘാടനം ചെയ്തു. 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ വൈകിട്ട് 14 ജില്ലകളിലെയും കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പ്രത്യേക ബാനറിന് കീഴിൽ അണിനിരന്ന് വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, പുതുപുത്തൻ പ്രചരണ സങ്കേതങ്ങൾ തുടങ്ങിയവ അണിനിരത്തിയ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പണി നടക്കുന്ന സൈറ്റിലെ ഇലക്ട്രിക്കൽ സ്റ്റോർ റൂമിൽ അതിക്രമിച്ചു കയറി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയറുകൾ മോഷ്ടിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന സൈറ്റിലാണ് കവർച്ച നടന്നത്. ഏകദേശം 2,10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. സ്റ്റോർ റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ വിലപിടിപ്പുള്ള വയറുകളുമായി കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ സൈറ്റ് സൂപ്പർവൈസറായ കണ്ണൂർ കടമ്പൂർ സ്വദേശി സച്ചിൻ ലാൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സബ് ഇൻസ്പെക്ടർ വാസുദേവൻ ഓട്ടുപാറയ്ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് വിശേഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി മണലിയിൽ നിന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം ഡേവിസ് ഫ്രാൻസിസ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ്, NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPM ഏരിയ കമ്മിറ്റി അംഗം KA സൈഫുദ്ദീൻ, ഇടതുമുന്നണി നേതാക്കളായ KS കരീം, VK ഹരിദാസ്, PU ഷാഹിർ എന്നിവർ സംസാരിച്ചു. കേച്ചേരി, ചൂണ്ടൽ, മറ്റം, തൈക്കാട് എന്നീ മേഖലകളിലെ 28 കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവ് സമ്മാനിച്ച മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ സ്വീകരിക്കാനെത്തിയിരുന്നത്. കണിക്കൊന്ന പൂക്കളും രക്തഹാരങ്ങളുമായി ജനങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഓരോ കേന്ദ്രത്തിലും ചുരുങ്ങിയ വാക്കുകളിൽ രവീന്ദ്രൻ മാഷ് വോട്ടഭ്യർത്ഥന നടത്തി.
വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, PA രമേശൻ, VN സുർജിത്ത്, KV വിനോദൻ, KA വിശ്വംഭരൻ, PG സുബിദാസ്, ഷൈനി കൊച്ചുദേവസി എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ 8-ന് ആശാരി മൂലയിൽ നിന്നാരംഭിക്കുന്ന പര്യടനം 27 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി 8-ന് മുല്ലശ്ശേരിയിലെ പെരുവല്ലൂരിൽ സമാപിക്കും. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രം പരാജയപ്പെടുത്താൻ ഇടതുഭരണ തുടർച്ചയ്ക്കെതിരെ കേരളം വിധിയെഴുതണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്. പാർട്ടി കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ നിലനിർത്തി തങ്ങൾക്കനുകൂലമായി സാമൂഹികാന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതി പരാജയപ്പെടുത്തണം. സംഘപരിവാർ നടത്തിയ നുണപ്രചരണങ്ങളെ തടയാതെ മൗനം പാലിക്കുകയും വിദ്വേഷ പ്രചാരകരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി CM ഷെരീഫ്, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് എന്നിവർ സംസാരിച്ചു. ഇടത് ദുർഭരണത്തെ പിഴുതെറിയാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും UDFനെ പിന്തുണയ്ക്കണമെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ, മുസ്ലിം ലീഗ് നേതാക്കളായ കരീം പന്നിത്തടം, ഉസ്മാൻ കല്ലാട്ടയിൽ, സത്താർ ആദൂർ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷനിലെത്തിയ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹനെ മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, വിമൺ ജസ്റ്റിസ് ഫ്രട്ടേണിറ്റി, ടീം വെൽഫെയർ, FITU, പ്രവാസി വെൽഫെയർ ഫോറം, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ തുടങ്ങിയ പോഷക സംഘടനാ ഭാരവാഹികൾ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തി. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃശൂർ സൈക്കിൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ സവാരി സംഘടിപ്പിച്ചത്. കുന്നത്തങ്ങാടി മുതൽ വാടാനപ്പള്ളി വരെയുള്ള 8 കിലോമീറ്റർ ദൂരമാണ് സൈക്കിൾ റാലി നടന്നത്. മന്ത്രിയാകുന്നതിനു മുൻപും ശേഷവും തൃശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന രവീന്ദ്രൻ മാഷ് നഗരത്തിലെത്തുന്നവർക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ്. സൈക്കിളിലുള്ള മാഷിന്റെ സവാരി പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. തൃശൂരിലെ സൈക്കിൾ കൂട്ടായ്മയിൽ അംഗം കൂടിയായ പ്രൊഫസർ C രവീന്ദ്രനാഥ് മണലൂരിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് സൈക്കിൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 7-ന് മണലൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ കുന്നത്തങ്ങാടി സെന്ററിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനുരുദ്ധൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, KM ഗോപിദാസൻ, V സനോജ്, KR ബാബുരാജ്, K രാഗേഷ് എന്നിവർ സംസാരിച്ചു. സൈക്കിൾ കൂട്ടായ്മ അംഗങ്ങൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കുമൊപ്പം രവീന്ദ്രൻ മാഷും പങ്കെടുത്ത സൈക്കിൾ റാലി വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IK സുധീഷ്, BV പ്രഭാത്, CK വരദൻ, K രാമൻകുട്ടി, K സുമേഷ് എന്നിവർ സംസാരിച്ചു. ചരിത്ര പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും. തിങ്കളാഴ്ച ആർപ്പും ആരവുമായി വേല മഹോത്സവവും, ചൊവ്വാഴ്ച കരിയഴകിന്റെ മസ്തകത്തിൽ തിടമ്പേറ്റി താളമേളവാദി വിസ്മയം തീർക്കുന്ന പൂരമഹോത്സവവും ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. മാർച്ച് 25-ന് കൊടിയേറിയതു മുതൽ ദിവസവും രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ, ശീവേലി, കലാപരിപാടികൾ എന്നിവയും നടന്നുവരുന്നു. തിങ്കളാഴ്ച വേല ദിവസം തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ടുണ്ടായിരിക്കുന്നതാണ്. പൂരദിവസമായ മാർച്ച് 31-ന് രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30-ന് ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേള കലാകാരന്മാരായ കോട്ടയ്ക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരും.
6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. തട്ടകത്തെ 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. വാദ്യമേള വിസ്മയം തീർക്കുന്ന പഞ്ചാരിമേളത്തിനൊപ്പം ക്ഷേത്രമൈതാനിയിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ കൂടി അണിനിരക്കുന്നതോടെ നയനാനന്ദകരമായ കാഴ്ച ഉത്സവപ്രേമികൾക്ക് ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് പറപ്പൂക്കാവിൽ ഒരുങ്ങുക. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമദ്ദളകേളി, കാവടി വരവ് എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശാന്തി, എയ്യാൽ രാജു എന്നിവർ കാർമ്മികരാകും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്ന സാജു മാത്യു മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജീവ ജീനിയസ് അധ്യാപക പുരസ്കാരത്തിന് തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സസ്യശാസ്ത്ര അധ്യാപകനും എഴുത്തുകാരനുമായ VU രാധാകൃഷ്ണൻ അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഭൂമിപുത്രി, കൃഷ്ണ, കൃഷ്ണായനം എന്നീ നോവലുകളുടെയും ഇരിപ്പിടങ്ങൾ, മകപ്പിറവി എന്നീ കഥാസമാഹാരങ്ങളുടെയും ജന്മനക്ഷത്ര സസ്യങ്ങൾ, കൃഷ്ണപ്രിയ സസ്യങ്ങൾ, മഹാവൃക്ഷങ്ങൾ, ഔഷധ സസ്യലോകം, സസ്യലോക പര്യടനം, കടലിന്റെ കൺമണികൾ, പാലക്കാടൻ പര്യടനം, സഹ്യസാനുക്കളിൽ പ്രകൃതി സ്നേഹികളെ, ഇതിലെ, മഹാഭാരതം, പ്രകൃതി ഭാരതം, പൂക്കൾ, മണ്ണിലും മനസ്സിലും എന്നീ പ്രകൃതിശാസ്ത്ര സംബന്ധമായ കൃതികളുടെയും രചയിതാവാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. ആനുകാലികങ്ങളിലും കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളിലും പാരിസ്ഥിതിക ലേഖനങ്ങൾ എഴുതിവരുന്ന രാധാകൃഷ്ണൻ മാഷ് തൃശൂർ പോട്ടൂർ സ്വദേശിയാണ്. സാജു മാത്യു സ്മൃതി ദിനമായ ജൂലൈ 25-നോടനുബന്ധിച്ച് അവാർഡ് വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ സിമി മേരി സാജു, AD ആൻഡ്രു, P ജസ്റ്റൈജു എന്നിവർ അറിയിച്ചു. ചാലിശ്ശേരി അടിമന പാടശേഖരത്ത് 10,000-ഓളം താറാവ് കൂട്ടങ്ങളെത്തി. വെള്ളയും തവിട്ടും നിറങ്ങളിൽ ഏകദേശം 67 ദിവസം പ്രായമുള്ള താറാവുകൾ വേനലിന്റെ കാഠിന്യത്തിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ കൂട്ടത്തോടെയാണ് കൗക്കോട് പാലം തോട്ടിലെ വെള്ളത്തിൽ നീരാടുന്ന കാഴ്ച കൗതുകമാവുകയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന കൂട്ടയാത്രയും ഒരേ താളത്തിൽ നീന്തി കളിക്കുന്നതും വഴിയാത്രക്കാർക്കും കൗതുകമാണ്. പാലക്കാട് കണ്ണാടി പന്നിക്കോട് സ്വദേശിയായ സുദേവനാണ് കഴിഞ്ഞ 25 വർഷമായി താറാവുകളുമായി ചാലിശ്ശേരിയിലെത്തിയത്. തിരുവല്ല സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ. കൊയ്ത്തിന് ശേഷം വയലുകളിൽ ലഭിക്കുന്ന പ്രകൃതിദത്ത തീറ്റയാണ് ഇവയുടെ പ്രധാന ആശ്രയം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലും തോടുകളും ജലസ്രോതസ്സുകളും ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളായി തുടരുകയാണ്. 5 മാസം പ്രായം വരെയുള്ള കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി പാടശേഖരങ്ങൾ തേടിയുള്ള താറാവുകളുടെ യാത്ര തുടരുകയാണ്. അതേസമയം കൂട്ടം തെറ്റിയും രോഗവും മൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി താറാവുകളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് സുദേവൻ പറഞ്ഞു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവബലി തിങ്കളാഴ്ച. മാർച്ച് 25-ന് കൊടിയേറിയ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി തിങ്കളാഴ്ച രാവിലെ നടക്കും. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 10 മണിക്ക് മാതൃബലിക്കലിൽ ബലി തൂകും. പള്ളിവേട്ട ചൊവ്വാഴ്ചയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി പകൽ മുഴുവൻ തിരുവാതിരക്കളിയും വൈകിട്ട് നൃത്യങ്ങളും അരങ്ങേറുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കർ കുറുപ്പ് എന്നിവർ അറിയിച്ചു. ചിത്രകലാരംഗത്തെ നിറസാന്നിധ്യത്തിനുള്ള ബാബ സയ്യിദ് പുരസ്കാരം 2026 TT മുനീഷിന്. ചിത്രകലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് പുരസ്കാരം. UAE-യുടെ ഭരണാധികാരിയും രാഷ്ട്രശില്പിയും ലോകസമാധാനപ്രിയ ഭരണാധികാരിയുമായിരുന്ന മർഹൂം ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഓർമ്മയ്ക്കുള്ള പുരസ്കാരമാണ് ബാബ സയ്യിദ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ പുരസ്കാരം. വെൺമേനാട് വെച്ച് നടന്ന ചടങ്ങിൽ തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ TT മുനീഷ് പുരസ്കാരം സമ്മാനിച്ചു. ബാബ സയ്യിദ് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ അബ്ദു ടി കൈതമുക്ക് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ MK അനിൽകുമാർ, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VJ വർഗീസ്, KC ഖാദർമോൻ, കമാലുദ്ദീൻ തോപ്പിൽ, സിന്ധു അനിൽകുമാർ, മനോഹരൻ പാവർട്ടി, അഫ്സൽ പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷം ഡോക്ടർ യുയാക്കിംഗ് മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ അധ്യക്ഷനായി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക KV ഗീതയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. മുൻ പ്രധാനാധ്യാപകൻ ഗംഗാധരൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PT ഗോപി, PTA വിന്യ ജയൻ, ജലീൽ ആദൂർ, സജീവ് ചാത്തനാത്ത്, PC ഗോപാലകൃഷ്ണൻ, നസിമ സക്കീർ, PA അക്ബർ ഫൈസൽ, CF ഷീബ തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ധാരാളം അനുഭവിക്കാൻ തക്കവണ്ണം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് പ്രിയപ്പെട്ട എഴുത്തച്ഛൻ. പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 1 വർഷം മാത്രമാണ് ഇവിടെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ നേരം 60-ലാണ് എൻ്റെ ഓർമ്മ. അന്ത്യാത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാനാചരണം ഭക്തിനിർഭരം. ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഇടവകയിലെ വിവിധ ഭക്തസംഘടനകൾ, കുട്ടിക്കൂട്ടായ്മ തുടങ്ങിയവർ ചേർന്ന് യഹൂദ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓശാന ഞായർ അനുസ്മരണം പുതുക്കി. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റിമാരായ ഫ്രാൻസി ചുവല്ലൂർ, സേവ്യർ വാഗയിൽ, സെക്രട്ടറി പിയൂസ് ചിറ്റിലപ്പള്ളി, ആന്റണി MJ, ഷാജു CJ, ലിറ്റി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റുമുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം, കുരുത്തോലവാഴ്വ്, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ ആലപിച്ച് ശുശ്രൂഷകളിൽ പങ്കാളികളായത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിൽ പൊതുസദ്യയും ഒരുക്കിയിരുന്നു. വികാരി, സഹവികാരി, ട്രസ്റ്റി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ഓശാനയുടെ പ്രത്യേക ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ സജയ് ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ കുരുത്തോലകളേന്തി പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം കുരുത്തോലകൾ ആശീർവദിച്ച് വിതരണം ചെയ്തു. തുടർന്ന് പള്ളിക്കു ചുറ്റും ഭക്തിപൂർവ്വം നടന്ന ഓശാന പ്രദക്ഷിണത്തിൽ ശുശ്രൂഷകരും വിശ്വാസികളും അണിനിരന്നു. ചടങ്ങുകൾക്ക് ശേഷം പരമ്പരാഗതമായ കഞ്ഞിനേർച്ചയും കടുമാങ്ങ വിതരണവും നടന്നു. ദിവംഗതനായ മേക്കാട്ടുകുളം ദാവീദ് കത്തനാരുടെ ഓർമ്മയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഇടവക ഭരണസമിതിയും വിശ്വാസികളും പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ഓശാന ഞായർ കുർബാനയിൽ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന ഞായറിന് വിതരണം ചെയ്യാനായി കടുമാങ്ങ തയ്യാറാക്കി. 1950 കിലോഗ്രാം മാങ്ങ ഉപയോഗിച്ചാണ് കടുമാങ്ങ തയ്യാറാക്കിയത്. പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കടുമാങ്ങ ഒരുക്കിയത്. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണമായി ഇടവക ദേവാലയത്തിലെത്തി. സെന്റ് തോം യൂത്ത് മിനിസ്ട്രിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓശാന ദൃശ്യാവിഷ്കാരം ആകർഷകമായി. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഓശാന ഞായറിലെ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഷാജ് K സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് മറ്റം ഫൊറോന സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ കാർമ്മികനായി. ട്രസ്റ്റിമാരായ ജെഡ്സൺ T തോമസ്, CP മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന കുരുത്തോല വെഞ്ചരിപ്പിനും വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈകളിൽ കുരുത്തോലകളുമായി ഹോശാന ഗീതങ്ങൾ ആലപിച്ച വിശ്വാസികൾ നടത്തിയ പ്രദക്ഷിണം ഓശാനാചരണത്തിന് മാറ്റുകൂട്ടി. വരും ദിവസങ്ങളിൽ യേശുവിൻ്റെ അന്ത്യാത്താഴത്തിൻ്റെയും
പീഠാനുഭവത്തിൻ്റെയും ഉയിർപ്പിൻ്റെയും സ്മരണ പുതുക്കുന്ന പ്രത്യേക തിരുകർമ്മങ്ങൾ ദേവാലയത്തിൽ നടക്കും. പെസഹ വ്യാഴം രാവിലെ 7-ന് കാൽകഴുകൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് വൈകിട്ട് 7 വരെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആരാധന, ദുഃഖവെള്ളി രാവിലെ 7-ന് പീഠാനുഭവ സ്മരണ, കുരിശുചുംബനം വൈകിട്ട് 5-ന് വിലാപയാത്ര, വലിയ ശനി വൈകിട്ട് 6:30-ന് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. വെള്ളമഞ്ചരിപ്പ്, ജ്ഞാനസ്നാന, വ്രതനവീകരണം എന്നിവ നടക്കും. ഈസ്റ്റർ ദിവസം ശനിയാഴ്ച രാത്രി 11:30-ന് ഉയിർപ്പ് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ ഓശാന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കാർമ്മികനായി. കൈക്കാരൻ കുര്യാക്കോസ് KC, സെക്രട്ടറി ഷെറിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെരുശലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോല വാഴ്വ് എന്നിവ ഉണ്ടായി. കുരുത്തോലകൾ മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും അവധു മാലാഖ ചൊല്ലി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് മദ്ബഹാ ശുശ്രൂഷകൾക്കും വിശ്വാസികൾക്ക് നൽകി. പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹാ ശുശ്രൂഷകൾ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി. ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയുമുണ്ടായി. പീഡാനുഭവ വാരത്തിന്റെ ഭാഗമായി 3 ദിവസമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഞായറാഴ്ച രാത്രിയിൽ സജിൻ ഫിലിപ്പ് നല്ലില വചന സന്ദേശം നൽകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ഷിബിൻ പോൾ, ഫാദർ ഡിൽജോ എലിയാസ് എന്നിവർ വചന പ്രഘോഷണം നടത്തും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് കുർബാന, ഉച്ചയ്ക്ക് 2:30-ക്ക് പെസഹ ഊട്ട് നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമപ്രാർത്ഥനകൾ നടക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയിർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ആശീർവദിച്ച കുരുത്തോലകൾ കാർമ്മികൻ ഫാദർ റിജോ വിധേയത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്തു. തുടർന്ന് കുരുത്തോലകൾ കൈകളിലേന്തി പ്രദക്ഷിണം നടത്തുകയും പള്ളിയിലെത്തി നടവാതിൽ സ്ലീവ കുരിശുമുട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കൈക്കാരന്മാരായ CV ജേക്കബ്, CA ബോസ്, MR ഷെജി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നോമ്പുകാല വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. പെസഹ വ്യാഴം കാലത്ത് 6:30-ന് തിരുകർമ്മവും കാൽകഴുകൽ ശുശ്രൂഷയും നടത്തും. തുടർന്ന് ആരാധനയും വൈകിട്ട് 7-ന് പൊതു ആരാധന, അപ്പമുറിക്കൽ ചടങ്ങും നടത്തും. ദുഃഖവെള്ളിയാഴ്ച കാലത്ത് 7-ന് തിരുകർമ്മങ്ങൾ നടത്തും. വൈകിട്ട് 4:30-ക്ക് നഗരി കാണിക്കൽ പദയാത്രയും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 11:30-ന് ഉയിർപ്പിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആചരിച്ചു. വിശ്വാസികൾ കുരുത്തോലകളേന്തിയും ഓശാന ഗീതങ്ങൾ ആലപിച്ചു നടത്തിയ ഭക്തി നിർഭരമായ പ്രദക്ഷിണം ശ്രദ്ധേയമായി. വിശ്വാസികൾ ദേവാലയത്തിന്റെ പ്രധാന വാതിലായ ആനവാതിൽ മുട്ടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തികൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CLC അംഗങ്ങളായ പെൺകുട്ടികൾ അവതരിപ്പിച്ച നൃത്തരൂപം ഓശാന പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. തിരുനാൾ ചടങ്ങുകളുടെ ഭാഗമായി ഇടവകയിലെ വീടുകളിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന പരമ്പരാഗത വിഭവമായ കൊഴുക്കട്ട വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ, ടാബു ചെറുവത്തൂർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ഓശാന തിരുനാൾ ആചരിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ആശീർവദിച്ച കുരുത്തോല കാർമ്മികൻ ഫാദർ ഷിൻഡോ പാറയിൽ ഭക്തർക്ക് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ജോൺസൺ മാറോക്കി, ലിയോൺ ചിരിയങ്കണ്ടത്ത്, കുര്യാക്കോസ് ഒലക്കെങ്കിൽ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപായി ക്രിസ്തു കഴുതപ്പുറത്ത് കയറി രാജകീയമായി ജെറൂസലേമിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആചരിച്ചത്. ഈന്തപ്പനയോലകളും ഒലിവ് മരച്ചില്ലകളും വഴിയിൽ വിരിച്ച ജനങ്ങൾ ഓശാന ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പറഞ്ഞതിന്റെ പ്രതീകമായി ക്രിസ്തുമത വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണവുമായി ഓശാനയുടെ ഓർമ്മ പുതുക്കി. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ കാർമ്മികരായി.
വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പേരാമംഗലം, കൈക്കാരന്മാർ സിഒ ഡേവിസ്, ഒ പി കുര്യാക്കോസ്, ജോസഫ്, പി എ ജോജു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രത്യേകം നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. പ്രത്യേക ഓശാന തിരുകർമ്മങ്ങൾ എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ ആരംഭിച്ചു. തുടർന്ന് ഇടവക ജനങ്ങൾ പള്ളിയിലേക്ക് പ്രദക്ഷിണമായി കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് എത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ചു. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യവും ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ഭക്തിസാന്ദ്രമായി. രാവിലെ 7-ന് സെന്റ് ഫ്രാൻസിസ് സേവിയർ കുരിശുപള്ളിയിൽ ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് തണ്ടാശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കുരുത്തോല ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ കുരുത്തോലകളേന്തി മേരിമാതാ ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നടത്തി. യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഘോഷയാത്ര പള്ളിയിലെത്തിയ ശേഷം വിശുദ്ധ കുർബാനയും വിശ്വാസികൾക്ക് ഓശാന സന്ദേശവും നൽകി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായറും വരും ദിവസങ്ങളിൽ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനി എന്നീ ദിവസങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ഏപ്രിൽ 5-നുള്ള ഉയിർപ്പു തിരുനാളുടെ വലിയ നോമ്പിന് സമാപനമാകും. ഓശാന ഞായർ ചടങ്ങുകൾക്ക് പള്ളി കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കൽ, ജിജോ ചാഴൂർ, ജെയിംസ് വടക്കൻ, രഞ്ജി മണ്ടുമ്പാൽ, ജോസ് ചിറ്റിലപ്പള്ളി, സിജോ MJ, പ്രീത വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിൽ രാവിലെ 6:30-ന് മാർത്തോമാ ശ്ലീഹായുടെ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചരിപ്പ് ശുശ്രൂഷയും കുരുത്തോല വിതരണവും നടന്നു. വിശ്വാസികൾ കുരുത്തോലകളേന്തി കുരിശു ചുറ്റി ഹോളി ക്രോസ് ദേവാലയത്തിലെത്തി. ക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയ പ്രവേശത്തിന്റെ സ്മരണയുയർത്തി ഏവരും ദേവാലയത്തിൽ പ്രവേശിച്ചു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. ക്രിസ്തുദാസി സന്യസ്തരും ദേവാലയ ശുശ്രൂഷയായ ഷിജുവും സഹായിയായി ഉണ്ടായിരുന്നു. വൈകിട്ട് ആർത്താറ്റ് ഹോളി ക്രോസ് ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളിൽ നിന്നും ഭക്തിനിർഭരമായി ആരംഭിച്ച കുരിശിന്റെ വഴി 6:30-ന് ദേവാലയത്തിൽ സമാപിക്കും. കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പള്ളി, തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. മശിഹായുടെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. ഞായറാഴ്ച രാവിലെ പള്ളി പരിസരത്ത് നടന്ന കുരുത്തോല ആശീർവാദത്തോടെയാണ് തുടക്കമായത്. വിശ്വാസികൾ കൈയിലേന്തിയ കുരുത്തോലകൾ ആശീർവദിച്ച ശേഷം നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൻ KA, ജോസഫ് ലിയോ OT, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. ദാവീദിൻ സുതനെ ഓശാന എന്ന കീർത്തനങ്ങൾ ആലപിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിൽ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ പീഡാനുഭവ ചരിത്രം വായിച്ച് നോമ്പുകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയായ വിശുദ്ധ വാരത്തിലേക്ക് സഭ പ്രവേശിക്കുന്നതിന്റെ ഗൗരവവും പ്രാധാന്യവും വികാരി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. UDF അനുകൂല സർവീസ് സംഘടനകളുടെ ഐക്യവേദിയായ UTEF ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ നടത്തി. DCC തൃശൂർ ജില്ലാ സെക്രട്ടറി ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ 10 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. NGO തൃശൂർ ജില്ലാ സെക്രട്ടറി M യൂനസ് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ RP ബഷീർ, വിവിധ സംഘടനാ നേതാക്കളായ KK ശ്രീകുമാർ, KP സൈമൺ, നജീബ്, MA സാദിഖ്, മൂസിൻ പാടൂർ, C അനസ് ബാബു, KA ഷബന തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ വയോജന ദിനം ആചരിച്ചു. ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. AD റാഫേൽ അധ്യക്ഷനായിരുന്നു. ഇടവകയിലെ 90 വയസ്സുവരെയുള്ള മാതാപിതാക്കൾ പങ്കെടുത്തു. ഷീല ഷീമോൻ നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പാടൂർ പത്യാല ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നടന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്.
കരുമത്ര ഗുരുശിവാശ്രമത്തിലെ സുനിൽ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, ദേവീ ദേവന്മാർക്കുള്ള പൂജകൾ, ഭുവനേശ്വരി പൂജ എന്നിവ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ആചാര്യവരണം, ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, തുടർന്ന് അത്താഴപൂജയും ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും ഉണ്ടായി. ഉഷപൂജ, കലശപൂജ, ഉപദേവന്മാർക്ക് പൂജകൾ, നാഗദേവതകൾക്ക് പാലും നൂറും സമർപ്പിക്കൽ, പ്രസാദൂട്ട്, വൈകിട്ട് ദീപാരാധന, താലം വരവ്, ഉപദേവതകൾക്ക് പൂജ, ഗുരുതിക്ക് എഴുന്നള്ളിപ്പ്, മംഗളാരതി എന്നിവയ്ക്ക് ശേഷം നട അടച്ചു. ഏപ്രിൽ 3-ന് നട തുറക്കലും ഗണപതി ഹോമം, ദേവീദേവന്മാർക്ക് പൂജകളും നടക്കും. തുടർന്ന് കലം കരിക്കൽ ചടങ്ങും ഉണ്ടാകും. അക്ഷരലോകത്തേക്ക് ആദ്യ ചുവടുവെച്ച കുരുന്നുകൾക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി പഴവൂർ നജ്മുൽ ഹുദ മദ്രസ ആൻഡ് ഇലാഹിയ ജുമാ മസ്ജിദ് കമ്മിറ്റി. ഫത്ഹെ മുബാറക് എന്ന പ്രോഗ്രാം പഴവൂർ മഹൽ പ്രസിഡന്റ് PY അബൂസാലി അധ്യക്ഷനായ ചടങ്ങ് മഹൽ ഖത്തീബ് SMK തങ്ങൾ അൽ മുഖൈബിലി ആദ്യാക്ഷരം കുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മഹൽ സെക്രട്ടറി PV സുലൈമാൻ, ഹംസ മുസ്ലിയാർ, ഹാമിദ് റില, ഷാമിൽ, ഇർഫാനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചരമം. വെള്ളർക്കാട് കൊല്ലൻപടി പൂവാംപറമ്പിൽ പരേതനായ കുഞ്ഞുകുട്ടൻ ഭാര്യ കൗസല്യ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്ത, ദാസൻ, ബാലൻ, ഷീജ, ബിന്ദു എന്നിവർ മക്കളാണ്. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിക്ക് വടക്കുവശം താമസിക്കുന്ന പരേതനായ കൂളിയാട്ട് ഏനു മകൻ ഉദ്യാനത്തിൽ കുഞ്ഞാലി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് ഭാര്യ. താഹിറ, ഷുക്കൂർ, ഷമീർ, അസീസ്, മൻസൂർ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി നളന്ത ജംഗ്ഷനിൽ പുന്ന വീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സുകുമാരൻ, സുമില, സുധീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓശാന ഞായർ ആചരിച്ച് ക്രൈസ്തവ സമൂഹം. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പ്രചരണ ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. റോഡ് ഷോയും കൺവെൻഷനുകളുടെയും ആവേശത്തിൽ പ്രചരണ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.